നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ 2-3 ദിവസമായിട്ട് ബാലിന്റെയും ഗോമതിയുടെയും വിശേഷങ്ങളൊന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ മെസ്സേജ് അയച്ച് ചിലരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ഹോസ്പിറ്റൽ കേസുമായിട്ട് പോയേക്കുമായിരുന്നു. എന്താണെങ്കിലും ഇന്ന് മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അനുശ്രീയെ സമാധാനിപ്പിക്കുകയാണ്. ആരിനും മിത്ര ആകാശം എല്ലാവരും കൂടെ ചേർന്നിട്ട് പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക. കോടതി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ കൂടുതലായിട്ട് നിന്നെ ഓരോ ചോദ്യങ്ങളൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ഗോമതി പറഞ്ഞു, എനിക്ക് നല്ല ഭയമുണ്ട് അനുവിന്റെ കാര്യത്തില്. അവരെന്തേലുമൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മോള് അവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരില്ലേ? കോടതി എന്താ, ചോദ്യങ്ങൾ എന്താ, ഇതൊന്നും അവളൊന്നും ഇതിനു മുമ്പൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും ഇല്ലല്ലോ. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, എന്റെ അമ്മ എന്തിനാ ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കണേ? അതിന്റെ ആവശ്യമൊന്നും ഇല്ല. ഈ കോടതി ചെന്ന് കഴിയുമ്പോൾ അവര് പിടിച്ചു തിന്നാനൊന്നും പോകുന്നൊന്നുമില്ല. അവർ ചോദ്യങ്ങൾ ചോദിക്കും, അതിന് സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞാൽ മതി. എന്നാലും വക്കീലന്മാരൊക്കെ ഓരോന്ന് ചോദിക്കുമ്പോഴേ അമ്മേ ധൈര്യം കൊടുക്കേണ്ട ആള് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ. അനുവിന് പേടിയൊന്നുമില്ല, അമ്മ വെറുതെ അനുവിനെ അങ്ങോട്ട് പേടിപ്പിക്കാതിരുന്നാ മതി എന്ന് പറഞ്ഞു. ആ സമയത്താണ് ബാലക്ഷേത്രത്തിൽ പോയിട്ട് അങ്ങോട്ട് വരുന്നേ. ബാലൻ വന്നിട്ട് അനുവിനോട് ചോദിച്ചു, മോൾക്ക് പേടിയുണ്ടോന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛാ, മോള് പേടിക്കൊന്നും വേണ്ട, അച്ഛനല്ലേ കൂടെ ഉള്ളത്. കോമതി പറഞ്ഞു, ബാലേട്ടാ കോടതി വക്കീൽ ഓരോ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കില്ലേ? ഒരു രാത്രി മൊത്തം ഒരുത്തൻ്റെ കൂടെ കഴിഞ്ഞല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയെന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മുടെ മോള് തകർന്നു പോയില്ലേ? മോളെ, കൃഷ്ണമംഗലത്തെ വക്കീല് തിരിച്ചും മറിച്ചുമൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞൊന്നും ഇരിക്കും. ഒരിക്കലും അതൊന്നും വിശ്വസിക്കുകയൊന്നും ചെയ്യരുത്. മോൾ അതൊന്നും കേട്ട് തളർന്നും പോവരുത്. മോള് ധൈര്യമായിട്ടിരിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മോളോട് കാര്യങ്ങളൊക്കെ. ഇത് കേട്ടതും അനു പറഞ്ഞു, ശരി അച്ഛാ, അങ്ങനെ വേണം. നല്ല പെൺകുട്ടിയായിട്ട് വേണം കോടതി ചെന്ന് കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാനായിട്ട്. ഈ സമയത്ത് ആര്യം പറഞ്ഞു, മോളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിന്നോടൊപ്പം ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ സമയം ബാലൻ പറഞ്ഞു, എങ്കിൽ റെഡിയാവും, നമുക്ക് ഇറങ്ങിയേക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ഞാനും കൂടെ വരുന്നുണ്ട് ബാലേട്ട. വേണ്ട വേണ്ട, അത് ശരിയാകത്തില്ല. ഞാനും അനുവും കൂടെ മാത്രമേ പോകുന്നുള്ളൂ, ഞങ്ങൾ തീരുമാനിച്ച കാര്യമല്ലേ, ഇനിയിപ്പോ വേറെ ആരും വരണ്ടാന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു, അതെങ്ങനെ ശരിയാവും ബാലേട്ട, എനിക്കൊരു സമാധാനം കിട്ടണ്ടേ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അമ്മയും കൂടെ വന്നോട്ടെ, അമ്മേന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. വെറുതെ എന്തിനാ അച്ഛാ, അമ്മേനും കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കോ. ഒടയിൽ ബാല സമ്മതിച്ചു. എങ്കിൽ ഗോമതി നീയും കൂടെ വരാൻ പറഞ്ഞു. ഞാൻ പോയി റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞു ഗോമതി അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് മിത്രയോട് മീനാക്ഷി പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, അല്ലേ സ്ത്രീത്വത്തെ അപമാനിച്ചവർക്കെതിരെയാണ് മോള് പോരാടാൻ പോകുന്നത്. അതുകൊണ്ട് സത്യസന്ധമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം. മിത്ര പറഞ്ഞു, അതെ മോളെ, നിന്റെ മനസാക്ഷിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ നീ പറയണം. അങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞു. ആനന്ദും ആകാശവും എല്ലാം ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. അനുവിനും ധൈര്യം കൊടുത്തു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ അവര് ഗോമതിയും ബാലനും അനുവും കൂടെ കോടതിയിലേക്ക് പുറപ്പെടുവാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അനുവും ബാലനും ഗോമതിയും കൂടെ വക്കീൽ ഓഫീസിലേക്ക് വരികയാണ്. വക്കീൽ ഓഫീസിലേക്കല്ല, സോറി, കോടതിയിലേക്ക് വരികയാണ്. അങ്ങനെ വന്നിറങ്ങി കോടതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് ആപ്പാ ടെൻഷൻ. ഗോമതി പറഞ്ഞു, ബാലേട്ട എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ദൈവമേ, വക്കീലന്മാരൊക്കെ എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിക്കണമെന്ന് അറിയത്തില്ലോ. ഗോമതി നീ ഒന്നും മിണ്ടാതിരിക്കുക, അനുവിനും കൂടെ വെറുതെ ടെൻഷൻ എടുപ്പിക്കല്ലേ, അവൾക്ക് ധൈര്യം കൊടുക്കേണ്ട ആളാണോ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോളെ ഇതൊന്നും കേട്ട് നീ ഭയക്കണ്ടാന്ന് പറഞ്ഞു. അതല്ല ബാലേട്ട, എന്താ ചോദിക്കണം എന്നറിയില്ലോ. എന്റെ ഗോമതി എന്ത് വെള്ളം ചോദിച്ചോട്ടെ, എന്റെ മോള് ധൈര്യപൂർവ്വം നിന്ന് അതിനൊക്കെ മറുപടി പറയും. അതെ, നിങ്ങൾ എവിടെ നിൽക്കുക, ഞാൻ പോയിന്ന് വക്കീലിനെ കണ്ടിട്ട് വരാം. ഞങ്ങൾ തനിച്ച് നിൽക്കാനോ? എനിക്ക് പേടിയ ബാലേട്ട. അതെ, തനിച്ചേക്കേണ്ട കാര്യമില്ല, അതിന് ധൈര്യം തരാൻ വേണ്ടിയിട്ടേ നമ്മളെക്കാളും മുന്നേ ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാരാ? അപ്പോഴാണ് ആരിനെ അങ്ങോട്ടേക്ക് വരുന്നത്. ആരിനെ കണ്ടുകഴിഞ്ഞപ്പോ ഗോമതിക്ക് സമാധാനേ, ആരിനോ എന്നുള്ള ചിന്ത. അപ്പൊ വേറെ ആരും വരണ്ടെന്ന് പറഞ്ഞാലും ഇവർക്ക് മുന്നേ ആരിനെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആരാ മോന്. ഒടുവില് ആരിനെ അവരുടെ അടുത്തേക്ക് വന്നു. ഈ സമയത്ത് ബാലൻ പറഞ്ഞു, ഞാൻ വക്കീലിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം, ഇവനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അച്ഛൻ ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. ബാലൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആര്യം പറഞ്ഞു, എന്താ അമ്മ ഇത്? അമ്മ എന്തിനാ വെറുതെ അനുവിനെ കൂടെ വിഷമിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ട് നിൽക്കണ്ടേ മോളെ. നീ ഇതൊന്നും കേട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അമ്മയുടെ ടെൻഷനും കൊണ്ട് അമ്മ ഓരോന്നൊക്കെ പറയണം. എനിക്ക് ടെൻഷനൊന്നും ഇല്ല ആരും ചേട്ടാ. ഞാനുണ്ട്, അച്ഛനുണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. സത്യസന്ധമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻ വക്കീലിനെയും കൂട്ടി അങ്ങോട്ട് വരുന്നേ. വക്കീല് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു, അതെ മോളെ, വക്കീല് പറയുന്നതെല്ലാം കേട്ട് പഠിച്ചു വെച്ചോണം കേട്ടോ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് ഉത്തരം കൊടുക്കണ്ടേ. അപ്പോഴേക്കും ആരും ചോദിച്ചു, ഇതെന്താ അമ്മേ, PSC എക്സാം വലുതാണോ? എടാ അതല്ല, വക്കീല് ചോദിക്കില്ല ഒരു കാര്യങ്ങളൊക്കെ. ഇനി അവിടെ ചെല്ലും കൃഷ്ണമംഗലംകാരുടെ വക്കീല്, അപ്പൊ അതിന് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കണമെങ്കിൽ ഈ വക്കീലിനോട് ചോദിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. വക്കീലിനോട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോണം എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടതും
വക്കീൽ പറഞ്ഞു അങ്ങനെയൊന്നും പാടില്ല ചേച്ചി, അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല, അതൊക്കെ കോടതി അലക്ഷ്യമാണ്, ആരുടെയും പ്രേരണ കൊണ്ടായിരിക്കരുത് മറുപടി പറയണേ. അങ്ങനെയൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ അനുവിനെ അവർ ശിക്ഷിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇത് കേട്ട ബാലൻ പറഞ്ഞു, ഗോമതി നീ ഒരു കാര്യം ചെയ്ത് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോയിക്കോ, അതാ നല്ലതെന്ന് പറഞ്ഞു. പോവാനാ ഞാനാ? അല്ല പിന്നെ പറഞ്ഞാ മനസ്സിലാവില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും ഗോമതിക്ക് ആ ടെൻഷനായി. കാരണം ഇനി എങ്ങാനും അനുവിനെ പിടിച്ച് അകത്തിടുവോ എന്നൊരു ചിന്തയൊക്കെ ഗോമതിയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൃഷ്ണമംഗലത്തു നിന്ന് അനന്തനും അച്യുതനും അങ്ങനെ അവരുടെ വക്കീലും കൂടെ അങ്ങോട്ടേക്ക് വന്നിറങ്ങുന്നേ. ബാലനും ഗോമതിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അച്യുതൻ പറഞ്ഞു, ഞാൻ അവരോട് 2 വാക്ക് പറഞ്ഞിട്ട് വരട്ടെ. എടാ അച്യുത വേണ്ട, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ടെന്ന് അനന്തം പറഞ്ഞു. പക്ഷെ അച്യുതൻ കേട്ടില്ല. അച്യുതൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, എടാ ബാല, എന്റെ മോനെ അകത്താക്കിയിട്ട് സുഖിച്ച് ജീവിക്കാൻ നീ കരുതിയില്ലേ? ഒരിക്കലും ഇല്ലടാ, ഇന്ന് അവൻ പുറത്തിറങ്ങും, അതിനുശേഷം നിനക്കിട്ടുള്ള പണി തന്നോളാന്ന് പറഞ്ഞു. ഈ നിൽക്കുന്ന ആരാന്ന് കണ്ടോ? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആര്യം പറഞ്ഞു, കറുത്ത കോട്ടിട്ട ആൾക്കാരും ഫാൻസി ഡ്രസ്സിന് ഇങ്ങോട്ടേക്ക് വരത്തില്ലോ എന്ന് പറഞ്ഞു. എടാ ഇത് അഡ്വക്കേറ്റ് രവിവർമ്മ അറിയാലോ, പ്രശസ്തനായ വക്കീല. ഇദ്ദേഹം ഒരു കേസിന് മേടിക്കുന്ന ഫീസ് എത്രയാണെന്നറിയോ? അതൊക്കെ പലചരക്കുകാരനായ ഗോമതി സ്റ്റോഴ്സ് ബാലിന് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതൊക്കെ കൃഷ്ണമംഗലംകാർക്ക് പറഞ്ഞിട്ടുള്ളതാ. കൃഷ്ണമംഗലംകാർ ഇത് കൊടുക്കുക തന്നെ ചെയ്യും, എന്റെ മോനെ പുറത്തിറക്കുകയും ചെയ്യും. അത് കേട്ട് കഴിഞ്ഞപ്പോ ബാലൻ പറഞ്ഞു, ആയിക്കോട്ടെ നമുക്ക് കാണാം, എന്താണെങ്കിലും എത്ര ബാധിച്ചെന്ന് പറഞ്ഞാലും എന്റെ മോളുടെ മൊഴി ശക്തമായിരിക്കും എന്ന് പറഞ്ഞു. അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അത് കേട്ടതും അച്യുതൻ പറഞ്ഞു, പിന്നെ ഇദ്ദേഹം വാദിച്ച ഒരു കേസ് ഇന്നുവരെ തോറ്റുപോയിട്ടില്ല എന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, ആയിക്കോട്ടെ തോറ്റു പോകണ്ട, പക്ഷെ ഈ കേസിന്റെ ഒരു പ്രത്യേകത കാണും, ഇദ്ദേഹം തോൽക്കാൻ പോകുന്ന ആദ്യ കേസായിരിക്കും ഇത്. എന്റെ മോളുടെ കേസിൽ എന്താണെങ്കിലും ഇദ്ദേഹം തോറ്റു പോകത്തുള്ളൂ, ജയിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രവിവർമ്മ പറഞ്ഞു, എന്നെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയത്തില്ലാത്തതുകൊണ്ടാ. ആ സമയത്ത് ബാലന്റെ ഒക്കെ വക്കീൽ പറഞ്ഞു, അതെന്തേലും ആയിക്കോട്ടെ സാറേ, നമ്മൾ 2 വക്കീലന്മാരാണ്. ദേ അതിനപ്പുറത്തേക്ക് ഒരു കാര്യമുണ്ട്, സത്യം എന്ന് പറയുന്ന ഒന്നും ഉണ്ടല്ലോ, അത് കോടതിക്ക് ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്നത് സാറിനും അറിയാലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞത്, എന്റെ മോനിന്ന് പുറത്തിറങ്ങും. എടാ ബാല, നീ നോക്കിയിരുന്നോ, നിനക്കിട്ടുള്ള പണിയായിരിക്കും വരാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞ് വെല്ലുവിളികളൊക്കെ നടത്തുമ്പോഴത്തേനും ബാലൻ പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് തോറ്റുപോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, എന്റെ മോളും ഞാനും ജയിക്കുക തന്നെ ചെയ്യും. അങ്ങനെ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാലനില്ലാന്ന് തന്നെ കൂട്ടിയാൽ മതി. എന്റെ മോളിന് ജയിലിലേക്കൊന്നും പോകാൻ പോകുന്നില്ലടാ, സത്യസന്ധമായിട്ടായിരിക്കും അവള് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ പോകുന്നത്, അതുകൊണ്ട് അവൾക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് വരുന്നത്. അതിനകത്തുനിന്ന് അലോകിനെ ഇറക്കി പോലീസുകാർ അങ്ങനെ അകത്തേക്ക് കൊണ്ടാകുന്ന പോകുമ്പോൾ തന്നെ അലോക് നോക്കുവാണ്. ഈ സമയം അച്യുതൻ പറഞ്ഞു, കണ്ടില്ലേടാ എന്റെ മോൻ പോകുന്നേ, എന്റെ മോന് ഇന്ന് പുറത്തിറങ്ങൂടെ ബാല, എന്നിട്ട് വേണം നിനക്കിട്ടുള്ള പണി ഞാൻ തരാനായിട്ട്. ഈ അച്യുതൻ ആരാന്ന് കൃഷ്ണമംഗലംകാരാന്ന് നീ ആരാന്നൊക്കെ നീ അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറെ വെല്ലുവിളികളൊക്കെ നടത്തി. ഒടുവിൽ എല്ലാവരും കൂടെ അങ്ങനെ കോടതിയിലേക്ക് കയറുവാണ്. അങ്ങനെ ഒടുവിൽ കോടതിയിൽ കേസ് വിളിക്കുവാണ്. കേസ് വിളിച്ച് അലോക് പ്രതിക്കൂട്ടിലേക്ക് കയറി നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനുശ്രീയുടെ വക്കീല് കയറുന്ന് വാദിക്കാണ്ട് തുടങ്ങി. അല്ല നിങ്ങൾ ഈ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് പശ്ചാത്താപം കുറ്റബോധം ഉണ്ടോ? അങ്ങനെയൊക്കെ അലോകിനോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രമി വർമ്മ വക്കീൽ എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, എന്റെ കക്ഷിയെ മനഃപൂർവ്വം ഇവർ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതെ കുറ്റം സമ്മതിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയൊന്നും പാടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ അയാൾ കുറെ പറയുന്നുണ്ട്. ഒടുവിൽ ജഡ്ജി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സീറ്റിൽ പോയി ഇരിക്കുക, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അവസരങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു. ആ സമയത്ത് വീണ്ടും ബാലന്റെ വക്കീല് വന്ന് അലോകിനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ശരിക്കും ഈ കേസ് തുടങ്ങുന്ന എന്നാണ്? അനുശ്രീയുടെ കല്യാണത്തലേന്നല്ലേന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അല്ല അന്ന് ശരിക്കും എന്താ സംഭവിച്ചേ? നിങ്ങൾ അവളെ തട്ടിക്കൊണ്ട് പോയല്ലേ ചെയ്തേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലോക് പറഞ്ഞു, ഇല്ല, ഞാൻ അവളെ തട്ടിക്കൊണ്ട് പോയിട്ടില്ല, അവളും ഞാൻ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോ ഗോമതി ചാടി എഴുന്നേറ്റു. കള്ളം, പച്ചക്കള്ളം അവൻ പറയണേന്ന് പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് ജഡ്ജി ഓർഡർ എന്ന് പറയണം. അതെ, ഇനി നിങ്ങൾ ഇങ്ങനെ കോടതി അലക്ഷ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കെതിരെ നടപടി എടുക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ ഗോമതിയെ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഗോമതി നീ എന്തായി പറയണേ, അവിടെ അടങ്ങിയിരിക്കുക. ബാലേട്ട അവൻ പറഞ്ഞത് കേട്ടോ. അതെ ഗോമതി, ഇനി നീ പ്രശ്നം ഉണ്ടാക്കരുതേ. ഗോമതിക്ക് അങ്ങോട്ട് സങ്കടവും ദേഷ്യവും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കള്ളത്തരാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് മനസ്സിലായി. ഈ സമയത്ത് ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ് അലോകിനോട്. അപ്പോഴേക്കും അലോക് പറഞ്ഞു, ഞാനും അവളും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അല്ല അങ്ങനെയാണെങ്കിൽ അവളെ നിന്റെ അടുത്തേക്ക് വരാൻ പ്രേരിപ്പിച്ച ആരാന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. അത് കേട്ടതും അലോക് ഒന്നും പറയാൻ പറ്റാതെ മറുപടി പറയണമെന്നറിയില്ലാതെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. എന്താണെങ്കിലും കോടതിയിൽ വാദപ്രതിവാദങ്ങൾ അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആർക്ക് നീതി കിട്ടില്ല എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പൊ
അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.